പല പല മുഖങ്ങൾ, പരിചിത സ്വരങ്ങൾ, ചിതറിയ നിറങ്ങൾ, ഇടറിയ ചുവടുകൾ. പല പല മുഖങ്ങൾ, പരിചിത സ്വരങ്ങൾ, ചിതറിയ നിറങ്ങൾ, ഇടറിയ ചുവടുകൾ. പല വഴി തിരിഞ്ഞും പുതുവഴി തിരഞ്ഞും കനവുകൾ മെനഞ്ഞും കാലം പോകയായി. ഓ ആ അമ്മേ, ഇന്ന് ഓഫീസ് ക്യാബിലല്ല, ലോഫർ ബസ്സും കിട്ടിയില്ല. ഒരു ഓട്ടോ കിട്ടുമോ നോക്കട്ടെ. അമ്മ ഞാൻ വിളിക്കാവേ. എന്ത് പറ്റി? എന്ത് പറ്റിന്ന് പറ മാഷേ. എന്താ സംഭവം? സ്കൂളിൽ നിന്ന് തല്ല് കിട്ടിയോ? അതോ സ്കൂൾ ബസ് മിസ്സായോ? എന്താ പ്രോബ്ലം? എന്താ പേര്? അശ്വിൻ കുട്ടൻ. എന്താ പറ്റിയേ? ഓ, അപ്പൊ മിണ്ടാൻ അറിയാം. ഇനി പറ, എന്താ അശ്വിന്റെ സോറി അച്ഛന്റെ പ്രശ്നം? അതിനെന്താ, മാർക്ക് കുറവാണോ? 80% ഉണ്ടോ? അമ്മ വഴക്ക് പറയോ? അതല്ലേ പ്രശ്നം? അപ്പൊ അച്ഛൻ വീട്ടിൽ പോവാതെ ഇവിടെ നിന്നാ ആരെങ്കിലും പിടിച്ചോണ്ട് പോവില്ലേ? അയ്യേ, ഷെയിം. ഗുഡ് ബോയ്സ് ഇങ്ങനെയൊന്നും പറയില്ല, ചെയ്യേയില്ല. അച്ഛ ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? എന്നാ ഇങ്ങനൊന്നും ചെയ്യരുത്. അച്ഛ നല്ല കുട്ടിയല്ലേ, അപ്പോ വാശി പിടിക്കരുത്. ഓക്കെ? ആരോടും പറയാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യരുത് കേട്ടോ. അച്ചു ദ ഗുഡ് ബോയ്. അച്ഛന്റെ മമ്മിയും ഡാഡിയും ഇപ്പൊ അച്ഛനെ കാണാതെ എന്തോരം വിഷമിക്കുന്നുണ്ടാവും. ബാ, ചേച്ചി വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും സാരമില്ല, അതവിടെ ഇരിക്കും. വാ, അച്ഛനൊന്നും ചെയ്യല്ലേന്ന് അമ്മയോട് ചേച്ചി വന്ന് പറയാം. പോരെ? പ്രോമിസ്. ഗോഡ് പ്രോമിസ്. മദർ പ്രോമിസ്. അതിരിക്കട്ടെ, അച്ഛന്റെ വീട് എവിടാ? ആദ്യം പോകുമ്പോ ഒരു ബിൽഡിംഗ് കാണും, പിന്നെ പോകുമ്പോ ഒരു പെട്രോൾ പമ്പ് കാണും, അവിടെ നിന്ന് നേരെ പോകുമ്പോ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെയോ? അവിടെ നിന്ന് ഇങ്ങനെ നേരെ ലെഫ്റ്റിലോട്ട് തിരിയണം. അവിടെ നിന്ന് 5 ഹൗസ് ഉണ്ട്. 5 ഹൗസോ? 5 ഹൗസ്. ഫോർത്ത് ഹൗസ് ആണോ? അതിന്റെ 5ാമത്തെ ഹൗസിന്റെ ഫ്രണ്ടിന്റെ ജ്യോതിഷ്. ഓക്കെ, അപ്പൊ വാ, ചേച്ചി അച്ഛനെ വീട്ടിൽ കൊണ്ടുവിടാം. അമ്മയോട് പറയാൻ വേണം. മദർ പ്രോമിസ് തെറ്റിച്ചാൽ ചേച്ചിയുടെ അമ്മയ്ക്കാണ് ദോഷം. ശരി അച്ഛമ്മ, വാ പോവാം.
വലിയ വാക്കുകൾ കൊഞ്ചി കൊഞ്ചി നേടും ആശകൾ മഞ്ഞുപോലെ അലിയും പരിഭവം കുഞ്ഞു മനസ്സിൽ വിരിയും സൗഹൃദം മഞ്ഞുപോലെ അലിയും പരിഭവം കുഞ്ഞു മനസ്സിൽ വിരിയും സൗഹൃദം കുഞ്ഞു നാവിൽ വലിയ വാക്കുകൾ കൊഞ്ചി കൊഞ്ചി നേടും ആശകൾ ഓ ഇതാണോ? റിങ്ങ റിങ്ങ റോസസ് പോക്കറ്റ് ഫുൾ ഓഫ് റോസസ് യോ 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 പ്രോമിസ് മറന്നില്ലല്ലോ. അയ്യോ കലിപ്പായി. എവിടെയായിരുന്നു അച്ഛൻ നീ ഇതുവരെ? എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ? സ്കൂളിൽ വിളിച്ചു, അവിടെ ഇല്ല. നിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലും വിളിച്ചു. ഇപ്പൊ ഡാഡി പോലീസിൽ പറയാൻ പോയേക്കുവാ. നോക്കിക്കോ, നിന്നെ ഇത് ഞാൻ ശരിയാക്കുന്നുണ്ട്. റോഡി കരഞ്ഞോണ്ട് നിക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിലാ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു വന്നത്. താങ്ക് യു സോ മച്ച്. അകത്തേക്ക് വാ, നൈബേഴ്സ് ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ പിന്നെ അത് മതി. ഇല്ല, ഞാൻ ഇറങ്ങിക്കോട്ടെ. വാ ചേച്ചി, മദർ പ്രോമിസ് ഓർമ്മയുണ്ടല്ലോ. വാ വാ, മദർ പ്രോമിസ് തെറ്റിച്ചാലോ ചേച്ചിയുടെ അമ്മയ്ക്കാ ദോഷം. ഇരിക്കൂ. ആ ശരി. ഇതെന്താ ഇളക് ഇളക്. ഒരു മിനിറ്റ്. ഹലോ. ആ വന്നു വന്നു, ഇപ്പൊ എത്തി. ഒരു കുട്ടി, ആ കുട്ടി റോഡിൽ വെച്ച് കണ്ടിട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു. ഇപ്പൊ വരുമോ? ആ ശരി ശരി. അച്ഛന്റെ ഡാഡി സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയതാ. ഇപ്പൊ തിരിച്ചു വരും. ഒരു 5 minutes. എന്താ കുട്ടിയുടെ പേര്? വിദ്യ. ഒരു IT ഫേമില് വർക്ക് ചെയ്യുന്നു. താമസം? ഇവിടെ കളക്ടറേറ്റിനടുത്താ. ഇരിക്കെ, ഞാനിപ്പോ ചായ എടുക്കാം. ഏയ് വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങാ. അല്ലെങ്കിൽ ജ്യൂസ് എടുക്കാം. അപ്പോ അവന്റെ ഡാഡിയും വരും. ചേച്ചി, ഇതിൽ കാർ റേസിംഗ് ഉണ്ടോ? വേണ്ട, കാർ റേസിംഗ് ഇല്ലെങ്കിൽ വേണ്ട. അയ്യോ, ഞാൻ ജ്യൂസിന്റെ കാര്യം മറന്നു. അച്ഛന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. പിന്നെ മാർക്ക് കുറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇവൻ ഇവിടെ എന്താ കുറവ്? പഠിക്കാൻ മാത്രമേ ഈ മടിയുള്ളൂല്ലോ. ഓരോ പിള്ളേരുടെ മാർക്ക് കേൾക്കണം. ആരെയും ഇവന്റെ മാർക്ക് ചോദിച്ചാ ആകെ തൊലി ഉരിഞ്ഞു പോവും. ഇന്നിവന്റെ ഡാഡി വരുമ്പോ കാണാം. ആള് ഭയങ്കര ദേഷ്യക്കാരനാ. താങ്ക് യു. എന്തായാലും കുട്ടിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പൊ തന്നെ വേറെ ആരെങ്കിലും കയ്യിലാ ചെന്ന് പെട്ടെങ്കിലോ? എന്തോരം വാർത്തകളാ ദിവസവും പത്രത്തിൽ കാണുന്നേ. അതെ, കുട്ടിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നോക്കിക്കോ, ഇവനെ ഒന്ന് നേരെയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുട്ടികളെ തല്ലുന്നതിന് പാരന്റ്സിനെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ട്. അവർക്കറിയോ ഇതിന്റെ ബുദ്ധിമുട്ട് വല്ലതും. ഇന്റർനെറ്റിൽ പറക്കുന്ന അശ്ലീല ചിത്രം, യുവതി ജീവനൊടുക്കി. ചുമ്മാ അല്ല, ഈ കൊച്ചിന്റെ മറ്റേ വീഡിയോ ഇന്നാളെ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. ഇതല്ലേ നീ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നത്? എന്നാലും ഈ കൊച്ചു ആത്മഹത്യ ചെയ്ത് കളഞ്ഞല്ലോ. അല്ലാതെ പിന്നെ എന്താ ചെയ്യാനാ?
അറിയാതെ വിധിയെഴുതും കഥവഴികൾ, വേഷങ്ങൾ, ഭാവങ്ങൾ. അറിയാതെ വിധിയെഴുതും കഥവഴികൾ, പല പല മുഖങ്ങൾ, പരിചിത സ്വരങ്ങൾ, ചിതറിയ നിറങ്ങൾ, ഇടറിയ ചുവടുകൾ. പല വഴി തിരിഞ്ഞും പുതുവഴി തിരഞ്ഞും കനവുകൾ മെനഞ്ഞും കാലം പോകയാ. പല പല മുഖങ്ങൾ, പരിചിത സ്വരങ്ങൾ,